ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നൊരു കംപ്ലയിൻറ്റ് നോക്കാൻ വേണ്ടി പോവുകയാണ്. കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ ഇവർ ടാങ്കിൽ വെള്ളം അടിച്ചിടും. ഒരു 15 മിനിറ്റൊക്കെ ആകുമ്പോൾ വെള്ളം തീർന്നു പോകുന്നെന്ന് പറഞ്ഞാണ് നമ്മളെ വിളിച്ചത്. അപ്പോൾ നമ്മൾ പോയി നോക്കുകയാണ് എന്താണ് സംഭവമെന്ന്. പൈപ്പ് ഒന്നെങ്കിൽ എവിടെയെങ്കിലും പോകുന്നതായിരിക്കാം. അങ്ങനെ നമ്മൾ നേരെ വന്ന് ഇവിടെ 1.5 ഇഞ്ച് പൈപ്പ് വെച്ചാണ് അവർ ഔട്ട് ഇറക്കിയിരിക്കുന്നത്. നമ്മൾ ആ സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ആ ശബ്ദം കേട്ടാണ് നമ്മൾ അവിടെയാണെന്ന് ഉറപ്പിച്ചത്. നമ്മളങ്ങനെ അവിടെ തോണ്ടി നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല ഈർപ്പമുണ്ട്. ഇപ്പം ഞാൻ വാൾവ് ഒന്ന് തുറക്കുകയാണ്. വാൾവ് തുറന്നപ്പോൾ അതാ നിങ്ങൾക്ക് കാണാം ഇവിടെ നിന്ന് വെള്ളം പുറത്തോട്ട് ചാടുന്നത്. അപ്പോൾ ഇവിടെ തന്നെയാണ് പൊട്ടിയത്. ഇത് പൊട്ടാനുള്ള മെയിനായിട്ട് കാരണം ഇതിപ്പം പഴയ പണിയാണ്. പഴയ പൈപ്പൊക്കെ തിക്നെസ് കുറവാണ്. അപ്പോൾ ഈ മണ്ണ് കൊണ്ട് ഇരുന്ന് ഫിറ്റിൻസ് ഒരു ക്രാക്ക് വീണ് അങ്ങനെയൊക്കെ പൊട്ടാനാണ് ചാൻസ് കൂടുതൽ. അതുമാത്രമല്ല പണ്ടത്തെ ആൾക്കാർ മിനിമം ഇപ്പോഴത്തെ കണക്കല്ല നല്ല താഴ്ത്തി ഇടുന്നതെന്ന് വെച്ചാൽ ഒരു ഫോൾട്ടെന്ന് വെച്ചാൽ പൈപ്പ് പൊട്ടിയാൽ ഈ വെള്ളം പുറത്തോട്ട് വരത്തില്ല, അങ്ങ് ഭിത്തിയിൽ പിടിച്ച് താഴോട്ടങ്ങ് പതിഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ പത്തിരി മട്ടമൊക്കെ ഇട്ടാൽ നമുക്ക് അറിയാൻ പറ്റും പൈപ്പ് പൊട്ടിയെങ്കിൽ വെള്ളം മുകളിലോട്ട് വരും. ഇപ്പം എല്ലാവരും അങ്ങനെ താഴ്ത്തി ഇടാറില്ല. വാട്ടർ ലൈൻ മാക്സിമം പൊക്കിക്കൊണ്ടാണ് പോകുന്നത്, ഒന്ന് മറഞ്ഞു പോകത്തക്ക രീതിയിൽ. അങ്ങനെ നമ്മളിവിടെ ഇത് കണ്ടു ഇപ്പോൾ ഈ കട്ട് ചെയ്യണത് 2 ഇഞ്ച് പൈപ്പാണ്. ആരാ ഇവിടെ വന്ന് കട്ട് ചെയ്ത് ബ്ലോക്ക് എന്തോ വന്ന് ഇട്ടിട്ട് പോയതാണ്. അത് കുഴപ്പമില്ല, നമുക്കത് കട്ട് ചെയ്ത് മാറ്റേണ്ടി വന്ന്. പിന്നെ ഇവിടെ പൊട്ടിയത് ഒരു ബെൻഡാണ്. 1 ഇഞ്ച് ബെൻഡാണ് പൊട്ടിയത്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു ക്രാക്ക് വീണിട്ടാണ് അത് ഈ വെള്ളം വന്ന് സ്റ്റോർ ആകുമ്പോൾ ആ ക്രാക്ക് കുറച്ച് വലുതായി അതിലെയാണ് വെള്ളം കളയുന്നത്. ഇവരൊരു ടാങ്ക് വെള്ളമൊക്കെ അടിച്ചിടുമ്പോൾ ഒരു 15 മിനിറ്റൊക്കെ ആകുമ്പോൾ ടാങ്ക് കാലിയാകുമെന്നാണ് പറഞ്ഞത്. കണ്ട ആ ക്രാക്ക് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇനി നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ അത് അങ്ങ് കട്ട് ചെയ്തിട്ട് ഒരു സോക്കറ്റും ഒരു 45 കൂടി ഇട്ടിട്ട് ഒരു ലോങ് കപ്ലിങ് അടിച്ചിട്ട് കയറ്റിയിടുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മളിപ്പോൾ ഈ കട്ട് ചെയ്യണതാണ് കട്ടർ, ഈ പൈപ്പ് കട്ടർ എന്നൊക്കെ പറയും. ഇതുണ്ടെങ്കിൽ നല്ല എളുപ്പമാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ആക്സാ ബ്ലേഡ് ഇട്ട് നമ്മൾ കട്ട് ചെയ്യേണ്ടി വരും. അത് നല്ല പാടാണ്. ഇതുണ്ടെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് പൈപ്പ് കട്ട് ചെയ്തെടുക്കാം. നമ്മളങ്ങനെ ഒരു 45ഉം ഒരു കപ്ലിങ്ങും ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതിന് നേരെ കയറ്റി അങ്ങിടുകയാണ് ചെയ്യുന്നത്. ഇതിപ്പം പഴയ പൈപ്പാണ്. ഇതിപ്പം ക്ലിയർ ചെയ്ത് ഇനി മഴയൊക്കെ വരുമ്പോഴും അങ്ങനെയൊക്കെ വരുമ്പോൾ വീണ്ടും പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം തിക്നെസ് ഈ പൈപ്പിന് നല്ല കുറവാണ്. അത് നമ്മൾ പാർട്ടിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ചിലയിടത്ത് നമുക്കിങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മൾ അവിടെ ഇൻ്റർലോക്ക് ഇടുന്നതുകൊണ്ട് കുത്തി പൊളിക്കാനൊന്നും നിൽക്കില്ല. നേരെ പുതിയ പൈപ്പ് വാങ്ങി അത്രയും മീറ്റർ പുതിയ പൈപ്പ് ഇടുക.